മോനുകുട്ടന് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഇടം സ്കൂളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്ന് ഞാൻ സ്കൂൾ വരെ വന്നതാണ്. മോനുകുട്ടൻ്റെ ക്രിസ്തുമസ് പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റൊക്കെ സൈൻ ചെയ്യണം. പിന്നെ ടീച്ചേഴ്സിനെയൊക്കെ ഒന്ന് കണ്ട് സംസാരിച്ച് പോകാം എന്ന് വിചാരിച്ച് വന്നതാട്ടോ. ഓണപ്പരീക്ഷയുടെ പേപ്പർ സൈൻ ചെയ്യാൻ വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ മോനുകുട്ടന് EVSന് മാർക്ക് കുറവായിരുന്നേ. അപ്പോൾ സാറ് പറഞ്ഞു എന്തൊക്കെയോ പേപ്പറിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, എന്നിട്ട് അവന് ഇഷ്ടപ്പെടാഞ്ഞാണോ എന്തോ അതെല്ലാം തുടച്ച് മായ്ച്ച് കളഞ്ഞേക്കുമായിരുന്നു. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് സാറിന് നോക്കാനുള്ള ഒരു സാവകാശം പോലും കൊടുത്തില്ല. അപ്പോൾ ഇത്തവണ എന്തായാലും മോനിക്കുട്ടൻ ആ പരാതിയും പരിഭവവും ഒക്കെ മാറ്റി നല്ല മാർക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. സാറിന് സന്തോഷമായി, എനിക്കും സന്തോഷമായി. പിന്നെ ദേ കൂട്ടുകാരെയൊക്കെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി. പിന്നെ കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ വന്ന് എന്നോട് ചോദിച്ചു, ആൻറ്റി വീഡിയോ ഒക്കെ ചെയ്യാറില്ലേ, ഞങ്ങൾ കാണാറുണ്ട് എന്ന് കേട്ടോ. ഞാൻ എൻ്റെ പാചകവും വീട്ടുവിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കുന്നതിൽ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് കേട്ടോ. പഠിക്കുന്ന കാര്യത്തിൽ വലിയ വലിയ പരാതികളൊന്നും കേൾക്കാത്ത ഒരു ആശ്വാസത്തോടെയാണ് ഞാൻ ഇങ്ങോട്ട് പോരുന്നത്. പക്ഷേ പൊതുവെ അവിടെ നിന്നൊരു പരാതി ഞാൻ കേട്ടു. എന്താണെന്നറിയാവോ? നമ്മളിപ്പോൾ മോനുകുട്ടനെ വഴക്ക് പറഞ്ഞിട്ടോ അല്ലാതെ എന്തെങ്കിലും സങ്കടം കൊണ്ടോ ദേഷ്യം കൊണ്ടോ മുഖം വീർപ്പിച്ച് എങ്ങോട്ടേലും മാറിയിരുന്നാൽ അത് കണ്ടാൽ ഓടി വന്ന് നമ്മുടെ കവിളത്തൊക്കെ നുള്ളും. നമ്മളെ എങ്ങനെയെങ്കിലും അവൻ ചിരിപ്പിക്കും. ഈ ഒരു പരിപാടി സ്കൂളിലും അവൻ പ്രാവർത്തികമാക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ എന്നോട് കാണിക്കുന്നതിലും കൂടുതൽ സ്നേഹവും സ്വാതന്ത്ര്യവും ടീച്ചർമാരോടും കാണിക്കുന്നുണ്ട്. അതാണ് അവരെ ധർമ്മ സങ്കടത്തിലാക്കുന്നത്.